ടാലി അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി GST. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ അക്കൗണ്ട്സ് ഉള്ളിയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് തന്നെ, പക്ഷേ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. ഇൻവെൻട്രി പ്രോഡക്ട്സിൽ നമ്മൾ എങ്ങനെയാണ് GST സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ്, ക്യാഷ് ടു ക്യാപിറ്റൽ F6 റെസിപ്റ്റിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതെന്നറിയാം. GST പർച്ചേസ് 5% ഗുഡ്സ് ഫോർ ക്യാഷ്. അതിൻ്റെ കൂടെ 2 പ്രോഡക്റ്റുകളുണ്ട്, കീബോർഡ്, മൗസ്, കമ്പ്യൂട്ടർ പാർട്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ GST സെയിൽസ് ഫോർ ക്യാഷ്, അതും ഈ 2 പ്രോഡക്റ്റ് തന്നെ നമ്മൾ സെല്ല് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ടാലിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നിങ്ങൾക്കിവിടെ കാണാം HSN നമ്പറുണ്ട്. HSN നമ്പറും കൂടെ ചേർത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാലിയിൽ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ട്സ് ഉള്ളിയായിട്ടാണ് ചെയ്തത്. പർച്ചേസ് ചെയ്യുന്നത് പഠിച്ചു, CGST SGST ചെയ്തു, സെയിൽസ് ചെയ്തു. അതിൽ CGSTയും SGSTയും അതിൻ്റെ GSTയുടെ ഡീറ്റെയിൽസും ട്രാൻസാക്ഷനും ഒക്കെ ജേണൽ എൻട്രിയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ടാലി ERP 9 നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പിന്നെ ഞാനിപ്പോൾ ടാലി പ്രൈമിലാണ് നമ്മളിത് ചെയ്യുന്നത്. ടാലി പ്രൈമിൽ കമ്പനി ക്രിയേഷൻ വിൻഡോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ GST ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. കേരള, ഫിനാൻഷ്യൽ ഇയർ 1 April 2021. ദെൻ ഞാനിത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പം നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് വരും. എന്താണ് വരുന്നത്? കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളിക്കകത്ത് നമുക്ക് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, മെയിൻറ്റെയിൻ ഇൻവെൻട്രി, ഈ ഒരു പോർഷനും കൂടെ നമ്മൾ എസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻവെൻട്രിയുടെ ഡീറ്റെയിൽസും കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് 4 എസ് ആണ്. അതുകൂടാതെ തന്നെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST അതും എസ് ആണ്. ഞാൻ എസ് ആക്കണു. അവിടെ GSTയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അവിടെ GSTയുടെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ടൈപ്പ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ ഒരു GST ഉള്ള ഫേം ആണെങ്കിൽ ഇവിടെ GST നമ്പർ കൊടുത്ത് തന്നെ മതിയാവും. ഇപ്പോൾ നമ്മളിപ്പം തൽക്കാലത്തിന് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ഇവിടെ GST നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു GST നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ദെൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോണില്ല. GST ഇൻവെൻട്രി മാത്രമാണ് ഇതിനകത്ത് ഇന്ന് പറയാൻ പോകുന്നത്. സോ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തു. വീണ്ടും ആ ഒരു ഫീച്ചേഴ്സിൻ്റെ സ്ക്രീനിൽ തന്നെയാണ് കാണുന്നത്. ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്നു, അക്സെപ്റ്റ്. എന്തായി? ഒരു കമ്പനി ക്രിയേറ്റായി. GST ഇൻവെൻട്രി എന്ന് പറയുന്ന കമ്പനി ക്രിയേറ്റ്. നമുക്കറിയാം ഇവിടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അക്കൗണ്ട്സിൻ്റെ മാസ്റ്റേഴ്സും ഉണ്ട്, ഇൻവെൻട്രി മാസ്റ്റേഴ്സും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ആദ്യം ഇൻവെൻട്രി ഭാഗത്തിലേക്ക് അങ്ങ് വരികയാണ്. ഇൻവെൻട്രി ഭാഗത്തേക്ക് വന്നിട്ട് നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഞാൻ കൊടുക്കുകയാണ്. യൂണിറ്റ്സ് സിമ്പിൾ നമ്പറാണ്. സോ ഞാൻ സിമ്പിൾ ഞാൻ കൊടുക്കുന്നു NOS, ഒരു ഫുൾ സ്റ്റോപ്പ്. ഫോർമൽ നെയിം നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുമ്പം യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, UQC. ഇത് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ GSTയുടെ ഡീറ്റെയിൽസ് റിപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ദെൻ ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ യൂണിറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞു. ദെൻ നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. നമുക്കൊരു സ്റ്റോക്ക് ഗ്രൂപ്പ് വേണം. ആ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കിത് കമ്പ്യൂട്ടർ പാർട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പാർട്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസറീസ് എന്നോ നമുക്ക് കൊടുക്കാം. ദെൻ ഇതിനെ സേവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആയി. ദെൻ നമ്മൾ ഇനിയും സ്റ്റോക്ക് ഐറ്റത്തിലേക്കാണ് വരുന്നത്. സ്റ്റോക്ക് ഐറ്റം നമുക്ക് 2 ഐറ്റം ഉണ്ട്. ഒന്ന് കീബോർഡ്. ഞാൻ കീബോർഡ് ടൈപ്പ് ചെയ്തു. കീബോർഡ് അണ്ടർ നമ്മൾ കമ്പ്യൂട്ടർ പാർട്സ് സെലക്ട് ചെയ്യുന്നു. ദെൻ നമുക്കവിടെ യൂണിറ്റ് ചോദിക്കും. ആ യൂണിറ്റ് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നു. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്സിലേക്ക് പോകുന്നില്ല. GST ആപ്ലിക്കബിൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരും. അത് ആപ്ലിക്കബിൾ തന്നെയാണ്. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് ഏസ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ GSTയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഒരു പ്രോഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് HSN നമ്പർ ഉണ്ടാവും,
അതിൻ്റെ ടാക്സബിലിറ്റി ഉണ്ടാവും, എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് കാണും. ചില സിസ്റ്റത്തിൽ നമുക്ക് ആദ്യം എടുക്കുമ്പോൾ ഈ HSN നമ്പർ കണ്ടില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോ HSN ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഷോ ഓൾ GST ടാക്സ് ടൈപ്പും ഉണ്ട്. അത് യെസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അപ്പോൾ HSN നമ്പർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1001 എന്നുള്ളതാണ്. നമുക്ക് ഈ GST നമ്പറൊക്കെ മാറുന്നുണ്ട്, 6 ഡിജിറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പം ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം തൽക്കാലത്തേക്ക് ഞാനൊരു HSN നമ്പർ ഞാൻ എൻ്റർ ചെയ്യുന്നു. കാൽക്കുലേഷൻ ഓൺ ടൈപ്പ് ഓൺ വാല്യൂ ആണ്, ഓൺ വാല്യൂ. ദെൻ ടാക്സബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ടാക്സബിൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഇതിന് 5% അപ്പോൾ 5% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ടാക്സ് 2.5 ആൻഡ് 2.5 ഓട്ടോമാറ്റിക്കലി വരും. ദെൻ ഇതിനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ്. സോ ആക്സെപ്റ്റ്. അപ്പോൾ കീബോർഡ് എന്ന് പറയുന്ന പാർട്ട് കഴിഞ്ഞു. ദെൻ മൗസാണ് അടുത്ത പ്രോഡക്റ്റ്. സെയിം അണ്ടർ കമ്പ്യൂട്ടർ പാർട്സ്, യൂണിറ്റ് നമ്പർ, GST ആപ്ലിക്കബിൾ, സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് ഏസ്. HSN നമ്പറിൽ വന്നു 1001 എന്ന് തന്നെ കൊടുക്കുന്നു. ടാക്സബിൾ 5 2.5 2.5 ഗുഡ്സ് സേവ് ചെയ്യുന്നു. ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ലെഡ്ജറിലേക്ക് വരുന്നു. ഓൾറെഡി ലെഡ്ജർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത ലെഡ്ജേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ഷോ ഓൾട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് GST പർച്ചേസും GST സെയിൽസും ഇൻപുട്ട് SGST ഔട്ട്പുട്ട് SGST ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, റൗണ്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ കൂടെ. നമുക്ക് പോയിന്റ് ബേസ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അത് റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലെഡ്ജറാണ്. നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നു. ടൈപ്പ് ഓഫ് ലെഡ്ജർ ഇൻവോയ്സ് റൗണ്ടിങ് ആണ്, നോർമൽ റൗണ്ടിങ് 1 എന്നുള്ള രീതിയിൽ വന്നിട്ട് അത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലെഡ്ജർ സേവ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ഇതിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എൻറ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ അക്കൗണ്ടിങ് വൗച്ചർ അറിയാമല്ലോ, F6 റെസിപ്റ്റ് ആണ്. ഞാൻ റെസിപ്റ്റിലേക്ക് വരുന്നു. ക്രിയേറ്റ് ഓൾട്ട് C, ഞാൻ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാണ്. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh rupees 1 lakh ഞാൻ കൊടുക്കുന്നു. ഡെബിറ്റ് ക്യാഷ് ഓൾറെഡി ഉണ്ട്, സേവ് ചെയ്യുന്നു. ദെൻ F9 പർച്ചേസ്. ആ പർച്ചേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ, പാർട്ടീസ് നെയിം, പർച്ചേസ് ലെഡ്ജർ എന്ന് പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻവോയ്സ് മോഡുണ്ട്. നമുക്കറിയാം ചേഞ്ച് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ട് ഇൻവോയ്സ്, ആസ് വൗച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഐറ്റം ഇൻവോയ്സ് ആണ്. ഐറ്റം ഇൻവോയ്സിലൂടെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം എൻറ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ പാർട്ടീസ് നെയിം ക്യാഷ് കൊടുക്കുന്നു. ഞാൻ എൻറ്റർ ചെയ്ത് താഴേക്ക് വരുന്നു. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ആരാണോ വാങ്ങുന്നത് അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിൽ അത് വരും. GST രജിസ്ട്രേഷൻ ടൈപ്പ് നമുക്ക് GST നമ്പർ അല്ലാത്ത പർച്ചേസുകളാണെങ്കിൽ അൺരജിസ്റ്റേർഡോ അല്ലെങ്കിൽ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം. റെഗുലർ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ GSTയുടെ നമ്പറൊക്കെ ഒരു മിസ്മാച്ച് ഒക്കെ നമുക്ക് കാണിക്കും. ഇപ്പം ഞാൻ അൺരജിസ്റ്റേർഡ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോണത്. പർച്ചേസ് ലെഡ്ജറിൽ അവിടെ നിങ്ങൾക്ക് കാണാം GST പർച്ചേസ് 5%. ഇനിയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കീബോർഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കണം. കീബോർഡ് 5 നമ്പറാണ്, 400 rupees മൗസ് 10 നമ്പറാണ്, 350 rupees ഓക്കെ, നമുക്ക് ഈ പർച്ചേസ് ബില്ലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ക്വാണ്ടിറ്റി 5, റേറ്റ് 400, ഓട്ടോമാറ്റിക്കലി 400 × 5 എന്നുള്ള 2000 അവിടെ വന്നു. ദെൻ മൗസ് 10 നമ്പറാണ്, 350 350 കൊടുത്തു, 3500. ടോട്ടൽ 5500 നിങ്ങൾക്ക് കാണാം. ഇതിന് തൊട്ട് താഴെ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും കൊടുക്കണം. ഞാൻ ഇൻപുട്ട് CGST 2.5 സെലക്ട് ചെയ്തു, അതിൻ്റെ എമൗണ്ട് വന്നു. ദെൻ വീണ്ടും എൻ്റർ ചെയ്യുന്നു, ഇൻപുട്ട് SGST അതും കൊടുക്കുന്നു. ഇതിന് റൗണ്ട് ഓഫ് വേണ്ട. സോ ഇത് നമ്മൾ നേരെ എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ ചേഞ്ച് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതൊരു ആസ് വൗച്ചർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു എൻട്രി മോഡിലായിരിക്കും വരുന്നത്. നമുക്കിവിടെ തന്നെ ചേഞ്ച് മോഡിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്ക് ഐറ്റം ഇൻവോയ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബിൽ ഫോർമാറ്റിൽ വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ട്രാൻസാക്ഷൻ വൈസ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. നറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നറേഷൻ കൊടുക്കാം. ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പർച്ചേസ് അവിടെ ആക്സെപ്റ്റായി.
ഇനി നമുക്ക് സെയിൽസ് ആണ്. F8 പ്രസ് ചെയ്തു, സെയിൽസ് വൗച്ചറിൽ വന്നു, ക്യാഷ് തന്നെയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയറുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. പുതിയ പാർട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ടും ഒന്നിലധികം ടാക്സസ് ഒരു സെയിൽസ് ഇൻവോയ്സിൽ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ 5% മാത്രം ടാക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് ആ ഇൻവെൻട്രിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഭാഗം കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അൺരജിസ്റ്റേർഡ് തന്നെ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് കൊടുക്കാം. ദെൻ GST സെയിൽസ് തന്നെ, നെയിം ഓഫ് ഐറ്റം നമ്മുടെ കീബോർഡാണ്. കീബോർഡ് 5 എണ്ണം ഉണ്ട്. 5 എണ്ണം നമ്മൾ സെല്ല് ചെയ്യുന്ന വില എത്രയാണെന്ന് നോക്കാം. വാങ്ങിയത് 400 റുപ്പീസിനാണ്, സെല്ല് ചെയ്യുന്നത് 550ക്കാണ്. അതേപോലെ മൗസ് 350ക്കാണ് പർച്ചേസ് ചെയ്തത്, സെല്ല് ചെയ്യുന്നത് 450ക്കാണ്. അപ്പോൾ നമുക്കിത് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 550 കൊടുക്കുന്നു, 2750 വന്നു. മൗസ് 10 നമ്പർ തന്നെയാണ് സെല്ല് ചെയ്യുന്നത്, അതിൻ്റെ വില 450 ആണ്. ഓക്കെ, 7250 വന്നു. ഇതിൻ്റെ ടാക്സ് എത്രയാണ്? ഔട്ട്പുട്ട് CGST 2.5, ഔട്ട്പുട്ട് SGST 2.5. അപ്പോൾ നമുക്കിവിടെ ഒരു 0.50 വരുന്നുണ്ട്. നമുക്കത് റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫിൻ്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റൗണ്ട് ഓഫ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 0.50 അവിടെ വരും. 0.50ക്ക് താഴെയാണെങ്കിൽ ഡൗൺ വേർഡും അല്ലെങ്കിൽ അപ്പ് വേർഡുമാണ്. അപ്പോൾ നോർമൽ 1ലേക്കുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനും സേവ് ചെയ്യുന്നു. സേവ്. അപ്പോൾ സെയിലുമായി പർച്ചേസുമായി. ഇനി നമുക്കൊന്ന് ആ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നു. അവിടെ നമ്മുടെ പർച്ചേസും കാണാം, സെയിൽസും കാണാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ GST റിപ്പോർട്ടുണ്ട്. ആ GST റിപ്പോർട്ടിൽ GSTR1 എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഇൻവോയ്സ് കാണാം. B2C സ്മോൾ ഇൻവോയ്സ്, ഇപ്പം ചെയ്തേക്കുന്ന സെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. കണ്ടോ? യെസ്. അതിൻ്റെ താഴെ HSN നമ്പർ SAC ഉണ്ട്. ആ സമ്മറി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് HSN നമ്പറിൻ്റെ ഡിസ്പ്ലേ കാണാം. അതിൻ്റെ ടാക്സും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. എത്ര ക്വാണ്ടിറ്റിയാണ് എന്നുള്ളത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ഡോക്യുമെൻറ്റ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവോയ്സിൻ്റെ, പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇൻക്ലൂഡിങ് നമ്പർ, ഏത് നമ്പർ തൊട്ട് ഏത് നമ്പർ വരെ, ഏത് പീരീഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ നേച്ചർ ഓഫ് വ്യൂ ഉണ്ട്. പല മെത്തേഡിൽ നമുക്കിതിനെ കാണാൻ പറ്റും. റിട്ടേൺ വ്യൂവോ നേച്ചർ വ്യൂവോ. ഇത് റിട്ടേൺ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നേച്ചർ വ്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് സെയിൽസിൻ്റെ മാത്രം എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ നേച്ചർ വ്യൂവും റിട്ടേൺ വ്യൂ ഉണ്ട്. 2 രീതിയിൽ നമുക്ക് ഈ വ്യൂസ് ഇവിടെ ഉണ്ട്. ബേസിസ് ഓഫ് വാല്യൂ എന്ന് പറയുന്നൊരു ഭാഗം ടാലി പ്രൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള പല സ്ക്രീനിലും നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ GSTR1 എടുത്തു അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ GSTR റിപ്പോർട്ടിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആനുവൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആനുവൽ കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഇതെടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട HSN സമ്മറി തന്നെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ റിപ്പോർട്ടും നമുക്ക് GSTയുടെ ബേസിലുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ, അതിൽ ഇൻവെൻട്രി എങ്ങനെ ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യുന്നു, അതെങ്ങനെയാണ് ബില്ല് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ GST ഇൻവെൻട്രിക്കകത്ത് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒന്നിലധികം ടാക്സ് ഉള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ടാക്സ് ഒക്കെ വരാൻ വേണ്ടിയുള്ള ഭാഗം കൂടെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ട്രാൻസാക്ഷനും കൂടി നമ്മുടെ GST അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ്. ഔട്ട്പുട്ട് CGST 2.5 181.25. അതിൻ്റെ അത് കേരള ഫ്ലഡ് സെസ്സിൻ്റെയും കൂടെ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്ലഡ് സെസ്സിൻ്റെ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതിനകത്ത് 1% സെസ്സും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് നമ്മൾ ജേണൽ എൻട്രിക്കകത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അക്കൗണ്ട്സ് ഉള്ളിക്കകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ടീം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നേരെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു, വൗച്ചർ എടുക്കുന്നു, F7 ജേണൽ എടുക്കുന്നു. F7 ജേണലിലൂടെയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് CGST 181.25 ഡെബിറ്റ്. ഔട്ട്പുട്ട് SGST
181.25. ഇൻപുട്ട് സി ജി എസ് ടിയുടെ വാല്യൂ നമ്മളിവിടെ കൊടുക്കുന്നു 137.50. വീണ്ടും ക്രെഡിറ്റ് ഇൻപുട്ട് SGST നമ്മൾ സെലക്ട് ചെയ്യുന്നു 137.50. ദെൻ നമ്മൾ പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു GST പേയബിൾ എന്നുള്ള കൊടുക്കുന്നു. ഓക്കെ, അണ്ടർ കറണ്ട് ലയബിലിറ്റിയിലേക്ക് പോകുന്നു. ദെൻ എമൗണ്ട് 87.50 വരും. ദെൻ നമ്മളത് സേവ് ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് GST പേയബിൾ എന്നുള്ള ഒരു ഭാഗം കാണും. ഡ്യൂട്ടീസ് ഓൺ ആൻഡ് ടാക്സസിൽ നിന്ന് മാറിയിട്ട് GST പേയബിൾ എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒന്നിലധികം ടാക്സുകൾ വരികയാണെങ്കിലോ ആ ടാക്സിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിലോ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെയധികം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഷിയാബ്സ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.